ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ മൂന്നാമത്തെ നോമ്പ് ആണ്. അപ്പോൾ ഞാൻ ഉന്നക്കായി ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ പഴം അവിച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് ഇപ്പോൾ നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മേഷർ വെച്ച് ഉടച്ചെടുത്തതാണ്. ഇനി ഞാൻ ഇതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് എടുക്കണം. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാനൊരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പണ്ടത്തിന് വെറും മുട്ടയും വെറും തേങ്ങയും മാത്രം ചെയ്യുന്നതിനെക്കാട്ടും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മുട്ടയുമാക്കി ഞാൻ ആ എടുത്ത് അതിൽ കഴുതിൻ്റെ അടിയിൽ വെച്ച് പരത്തി എടുത്തിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെച്ച പണ്ടം വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഉരുട്ടിയെടുത്താൽ ഉന്നക്കായി റെഡിയായി. അതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കറിക്കുള്ള ചട്ടി വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുത്ത് അല്പം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും വേവിച്ച് വെച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി അയില മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇപ്പോൾ നല്ലൊരു കറി, തേങ്ങ അരയ്ക്കാത്ത കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതും ആയിട്ടുണ്ട്. കൈതച്ചക്ക മുറിച്ച് വെച്ചത്. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അത്താഴത്തിനുള്ള ചോറിനരി ഇട്ടിട്ടുണ്ട്. ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായി പൊരിച്ചെടുക്കാം. ഉന്നക്കായും കല്ലുമ്മക്കായും ആണ് ഇന്നും ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് പൊരിച്ചെടുക്കാൻ എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഉന്നക്കായുടെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് ഇത് കല്ലുമ്മക്കായി പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് ചൂടിന് കുറച്ചൊരാശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പുറത്ത് ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് കല്ലുമ്മക്കായും പൊരിച്ചെടുക്കുകയാണ്. കല്ലുമ്മക്കായും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കല്ലുമ്മക്കായ് സീസണാണെന്ന് തോന്നുന്നു. നല്ല കല്ലുമ്മക്കായ് കിട്ടാനുണ്ട് ഇപ്പോൾ. നല്ല പോലെ കിലോ 250 എങ്ങാനാണ് വില. അപ്പോൾ കല്ലുമ്മക്കായും പൊരിച്ചെടുത്ത് ഇനി ബാക്കി കൂടി പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം ആയി. ഇനി നോമ്പ് തുറക്കാൻ എല്ലാം മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് അടിച്ചത് ഓറഞ്ച് ജ്യൂസാണ് അടിച്ചത്. ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് അത്താഴച്ചോറാണ് കേട്ടോ.
ക്യാരറ്റ് ഉപ്പേരി, മുട്ട, മോര് കാച്ചിയത്, പിന്നെ മീൻ കറിയുണ്ട്. അപ്പോൾ ഇതാ, അസ്സലാമു അലൈക്കും.